ഒരു കൂസലില്ലായിരുന്നു തിന്നുക. ഇത് റാത്തുള്ള ഹൗസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നേ ബെല്ലയ്ക്ക് ഐസ്ക്രീം കൊടുക്കാൻ പോകുന്നു. ബെല്ലയ്ക്ക് ഐസ്ക്രീം കൊടുത്ത് എങ്ങനെ ഉണ്ടാവും നോക്കുന്നത്. ഇത് ഇവിടെ നിൽപ്പുണ്ട്. ഈ ബെൽറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ ആരും എന്നെ കമൻറ്റ് ചെയ്യുമെന്ന് തെറി പറയരുത്. ബെൽറ്റിലിടുന്ന് പറഞ്ഞാൽ ഇവൾ ഓടിപ്പോയി. ഇവൾ വെളി ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് പിടിക്കാൻ ഭയങ്കര പാടാന്ന് പറഞ്ഞാൽ ഇവൾ എവിടെയെങ്കിലും വെളിയിൽ ഈ പോച്ചയുടെ ഇടയിലൊക്കെ പോയിരുന്നാൽ കാണത്തില്ല. അതുകൊണ്ടാണ് വെളിയിൽ ഞാൻ ഇടയ്ക്ക് അഴിച്ചു വിടും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ഐസ്ക്രീം കൊടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. ബല്ല ബോലോ ബോലോ ബല്ലോ 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 കുട്ടോ. ഞാൻ കഴിക്കുമ്പോൾ തന്നെ ഇത് അടുത്ത് വരും. നോക്കി നിങ്ങൾ. അപ്പോൾ ഞാൻ എന്തായാലും ഇതിന് വേണ്ടി ഐസ്ക്രീം എടുത്തോണ്ട് വന്നു. അപ്പോൾ നമുക്ക് ഐസ്ക്രീം എടുത്തോണ്ട് വരാം. ഇവിടെ തിന്നുമല്ലോ നമുക്കറിയാമല്ലോ. അപ്പോൾ ഞാൻ ഐസ്ക്രീം ഭാഗത്തുനിന്ന് എടുത്തോണ്ട് വരാം. ഞാനിത് എടുത്തോണ്ട് വന്നപ്പോഴേ ഇവിടെ അടുത്ത് വന്ന് ഇപ്പോൾ നോക്കിക്കൊണ്ട് വരുമോ ഇല്ലയോ. ഇതായത് കണ്ടപ്പോൾ നിങ്ങൾ കാണുന്ന മനസ്സിലോ വേണ്ട. ഇതിപ്പോൾ അടുത്ത് വന്ന് ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഞാൻ പൊട്ടിക്കുന്ന കണ്ടപ്പോഴേ ഇവിടെ അടുത്ത് വന്ന് നിൽക്കുമോ. അതെ കണ്ടോ, അവിടെ നോട്ടം കണ്ടോ. നോക്കണോ അല്ല അവൾക്ക് അറിയത്. അവൾ നേരത്തെ കഴിച്ചിട്ടുണ്ട് ഇത്. ഇപ്പം നോക്കിക്കോ ഇവിടെ വരുന്നത്. ഞാൻ ഈ ചോക്കോബാറിൻ്റെ ചോക്ലേറ്റ് കണ്ടന്റ് കൊടുക്കാറില്ല കേട്ടോ. കൊടുക്കുന്ന കേടാണെന്ന് പറയുന്നത്. ഐസ്ക്രീം അകത്തുള്ള ഐസ്ക്രീം മാത്രമേ കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ നോക്കുന്നുണ്ടോ. ബല്ല കണ്ടോ. ബല്ല നമ്മൾ നല്ലപോലെ മണപ്പിച്ച് നോക്കുന്നുണ്ട്. എന്തുവായി കഴിക്കുന്നത്, എനിക്ക് തരുന്നില്ലയെന്ന്. നമുക്കിതേ കുറച്ച് ഇളക്കിയിട്ട് കൊടുക്കാം അവൾക്ക്. നീ താടാന്ന് ചോദിക്കുന്നുണ്ടോ. കണ്ടോ ആക്രാന്ത കണ്ടോ. എനിക്ക് നാടാന്ന് അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഉണ്ടോ ഇവിടെ നല്ല ഐസ്ക്രീം അടിയാണ്. ഞാൻ കഴിച്ചോണ്ടിരിക്കുന്നത് തന്നെ കണ്ടല്ലോ നിങ്ങള്. അവള് വലിച്ച് കൈ കൊണ്ട് തട്ടി മാറ്റിയിരിക്കുന്നതാന്ന് പറഞ്ഞിട്ട് ചോദിച്ചോണ്ടിരിക്കുകയാണ്. കണ്ടോ. ഇനി ഇത്രയും അവള് കഴിക്കുമെന്ന് എനിക്ക് അറിയില്ല. നോക്കട്ടെ. കണ്ടോ പിന്നെയും അവള് നിൽക്കുന്നുണ്ടോ. അല്ല എണ്ണീറ്റ് ഇത് കഴിക്കാൻ അവിടെ പൊസിഷൻ കണ്ടില്ലയോ.
അല്ല മതിയായിട്ടില്ല, അവൾ നോക്കി നിൽക്കുക, ബാക്കി കൂടെ തരാൻ. ഇവളുണ്ടല്ലോ, ഇവൾ എന്ത് കൊടുത്താലും കഴിച്ചോളൂ. ഇതുപോലെ ഫുൾ ടൈം ഫുഡിങ്ങാണ്. ബല്ലോ ബല്ലോ ബല്ലോ, മതി മതി നീ തിന്നത് അല്ല. അപ്പോൾ കണ്ടല്ലോ, അവൾ ഏകദേശം ഒരു 25% അവളാണ് കഴിച്ചത്, ബാക്കി ഞാൻ കഴിച്ചോളൂ. മൊത്തത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹെൽത്തിന് എന്തെങ്കിലും പേടിയാണ്, എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തില്ല, എന്തെങ്കിലും വയറ്റിന് എന്തെങ്കിലും പ്രശ്നം വരുമോയെന്ന് വെച്ചാൽ അത് മൊത്തം കൊടുക്കാനത്. പിന്നെ ചോക്ലേറ്റിൻ്റെ കണ്ടൻറ്റ് കൊടുക്കരുതെന്ന് എൻ്റെ അടുത്ത് പ്രത്യേകം ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആരും പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റ് കൊടുക്കരുത്. അപ്പോൾ അതുകൊണ്ടാണ് ഐസ്ക്രീമിൻ്റെ അതിൻ്റെ ചോക്കോബറിൻ്റെ അകത്തുള്ളത് മാത്രം കൊടുത്തത്. അപ്പോൾ കണ്ടില്ല കഴിച്ചിട്ടിരിക്കുന്നുണ്ടോ അവൾക്കറിയാത് എനിക്ക് തരുമെന്ന്. അവൾക്ക് ഞാൻ നേരത്തെയും കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത്. ബെല്ലയുടെ ഐസ്ക്രീം തീറ്റി കള്ളിയോളൂ കണ്ടോ ബെല്ല. അപ്പോൾ കുറേ പേര് ചോദിച്ചായിരുന്നു ഈ നെറ്റ് ഇട്ടിട്ട് എന്തിനാ ബെൽറ്റിൽ ഇട്ടേക്കുന്നതെന്ന് ചോദിച്ചായിരുന്നു. ലീഷിൽ ഇട്ടേക്കുന്നത് എന്തിനാന്ന് ചോദിച്ചായിരുന്നു. അപ്പം വേറൊന്നും കൊണ്ടല്ല, എന്താ പറഞ്ഞാൽ ഈ ഡോറ് കണ്ടല്ലോ, ഈ വർക്ക് ഏരിയയിൽ ഈ ഡോറ് മിക്കവാറും ഓപ്പൺ ആയിരിക്കും. മമ്മി അകത്ത് കിച്ചണിലുള്ളപ്പോൾ മിക്കവാറും ഓപ്പൺ ആയിരിക്കും. ഓപ്പൺ ആയതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവളാണെങ്കിൽ ഈ ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ഇവൾ ഇതുവഴി കയറി അകത്ത് വിൻഡോസ് ഓപ്പൺ ആയിരിക്കും. നമ്മൾ വിൻഡോ അടച്ചിടാൻ ഒക്കത്തില്ലേ എപ്പോഴും. അപ്പോൾ വിൻഡോയിലൂടെ ചാടി വെളിയിൽ പോകും. അതാണ് മെയിനായിട്ട് ഇവിടെ ഇത് ക്ലോസ്ഡ് ആണെങ്കിൽ തന്നെയും ബെൽറ്റ് ഇടുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ ഡോറ് ക്ലോസ്ഡ് ആണെങ്കിൽ ഈവനിങ് ഒരു 4 മണി കഴിഞ്ഞിട്ട് നമ്മൾ അകത്ത് കയറ്റും. അപ്പോൾ വിൻഡോ എല്ലാം ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴേ അകത്ത് കയറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങിപ്പോകും. എന്ന് പറഞ്ഞാൽ വെളിയിൽ വേറെ ക്യാറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമാവും. അതുകൊണ്ടാണ് ഇവിടെ ബെൽറ്റ് ഇടാവുന്നത്. അതുകൊണ്ട് ആരും വിചാരിക്കരുത് ഞാൻ ഫുൾ ടൈം ബെൽറ്റിലാണ് ഇട്ടേക്കുന്നതെന്ന്. അതുകൊണ്ട് മാത്രമാണ് ബെൽറ്റ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുക അതിൻ്റെ പ്രശ്നങ്ങൾ. നമ്മുടെ വീടിൻ്റെ ഇത് വെച്ചല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എപ്പോഴും ഇപ്പോൾ അഴിച്ചുവിടാൻ ഒക്കത്തില്ല എപ്പോഴും. അല്ലെങ്കിൽ പിന്നെ പുറത്ത് കേജിലാക്കണമായിരുന്നു. അത് താല്പര്യമില്ല. നമുക്ക് അകത്തൂടെ എളുപ്പം ആക്സസിബിൾ ആവാൻ വേണ്ടിയാണ് ഇവിടെ ചെയ്തത്. അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇവളുടെ ഐസ്ക്രീം തീറ്റി ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത്. അപ്പം നമ്മുടെ ബെല്ലക്കുട്ടനെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പറ ബൈ ബൈ.